നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കോൺഗ്രസ് സമരം അപഹാസ്യമെന്ന് CPIM ഏരിയ സെക്രട്ടറി KP രാമചന്ദ്രൻ. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ MLA നേതൃത്വത്തിൽ CPM-നെതിരെ ആരോപണങ്ങൾ ഉയർത്തുകയാണെന്നും KP രാമചന്ദ്രൻ. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ CPM-നെതിരെ വികലമായ ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടൻ MLA നേതൃത്വത്തിൽ കോൺഗ്രസ് സമരത്തിനിറങ്ങുന്നത് അപഹാസ്യമാണെന്ന് CPIM ഏരിയ സെക്രട്ടറി KP രാമചന്ദ്രൻ. നഗരവികസനം ഉദ്ഘാടനം ചെയ്തിട്ട് 1 വർഷത്തിലേറെയായി. സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുഴുവൻ പണവും അനുവദിച്ച് വർക്ക് ടെൻഡർ ചെയ്ത് കോൺട്രാക്ടറുമായി കരാറിലേർപ്പെട്ട ശേഷമാണ് ഉദ്ഘാടനം നടന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നിർമ്മാണ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ തുടർച്ചയായി ഇടപെടൽ നടത്താൻ മാത്യു കുഴൽനാടൻ MLA സമയം കണ്ടെത്താത്തത് മൂലം ഇടിഞ്ഞു നീങ്ങിയ നിർമ്മാണം ഒടുവിൽ കരാറുകാരൻ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായതെന്നും ഏരിയ സെക്രട്ടറി ആരോപിച്ചു. ടൗൺ വികസനത്തിന് ഗവൺമെന്റ് പണം അനുവദിച്ച് അത് ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായി കരാറുകാരനെ ഏൽപ്പിച്ചു. അതിൻ്റെ ഉദ്ഘാടനം PWD മന്ത്രി റിയാസ് വന്ന് ഗംഭീരമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ പണികൾ ആരംഭിച്ചതാണ്. ആ പണികൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ PWD, അതുപോലെ KSEB, വാട്ടർ അതോറിറ്റി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിച്ചുകൊണ്ട് അതിനെ ഫോളോ ചെയ്ത് അതിൻ്റെ പിന്നാലെ കൂടി ആ വികസനം പൂർത്തീകരിക്കാൻ MLAക്ക് കഴിവില്ല. ആ കഴിവില്ലാത്തവയും അതോടൊപ്പം തന്നെ ചില കേസുകളിൽ അദ്ദേഹത്തിൻ്റെ മുഖമടച്ചുകൊണ്ടുള്ള കോടതി വിധി അടുത്ത നാളിൽ വരികയുണ്ടായി. ഇതിൻ്റെ എല്ലാം ജാള്യത മറയ്ക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടിരിക്കുന്ന വക്രബുദ്ധിയാണ് CPM വികസനത്തിന് തടസ്സം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുക. റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുമായി യാതൊരുവിധ ബന്ധവും CPIM-ന് നിലവിലില്ല. കോൺഗ്രസിന്റെ ബ്ലോക്ക് ജില്ലാതല നേതാക്കന്മാരാണ് എല്ലാ കാലത്തും റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഭരണത്തിലിരുന്നത്. കോൺഗ്രസ് ഭരണസമിതികൾ നടത്തിയ കോടികളുടെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയെ കടബാധ്യതയിലാക്കി മാറ്റിയതെന്നും KP രാമചന്ദ്രൻ. റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഉണ്ടായ കാലം മുതൽ പതിറ്റാണ്ടുകളായിട്ട് കോൺഗ്രസ് ഭരണത്തിന് കീഴിലാണ്. വമ്പൻ അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം ആ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഭരണസമിതി പിരിച്ചുവിട്ടത് കോൺഗ്രസ് ഗവൺമെന്റാണ്. CPM-ന്റെ ചില പ്രവർത്തകർ ഉൾപ്പെടുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇടയ്ക്ക് വന്നു എങ്കിൽ ഇപ്പം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ പരിധിയിലല്ല അത്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും പിരിച്ചുവിട്ട് ഇപ്പം അത് മറ്റേ ലിക്വിഡേഷൻ ചെയ്യാനായി കോടതി അടക്കം തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ MD ആയിട്ടിരിക്കുന്നതടക്കം ഇപ്പോഴും കോൺഗ്രസ് നിയമിച്ച ആളാണ്. അവിടെ ട്രാൻസ്ഫോമർ വയ്ക്കുന്നതിനോ മറ്റോ തടസ്സം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ആളുകളാണ്. അത് CPM-ആയിട്ട് എന്താ ബന്ധം? ഇദ്ദേഹം ധരിച്ചിരിക്കുന്ന MLA ധരിച്ചിരിക്കുന്നത് ഇപ്പോഴും CPM നേതൃത്വത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി എന്നാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അതുപോലും അദ്ദേഹത്തിന് അറിയില്ല ഇപ്പോൾ എന്താണ് അതിൻ്റെ സ്ഥിതി എന്ന് പോലും. എന്നിട്ടാണ് ഇല്ലാ കഥകളൊക്കെ പറഞ്ഞ് കാര്യങ്ങളെ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ലാതെ CPM-നെതിരായിട്ട് മൂവാറ്റുപുഴ ടൗൺ വികസനത്തിന് CPM എതിര് നിൽക്കുന്നു, തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ് ആരോപണവുമായി ഇത്തരത്തിലെ കെട്ടുകഥകളുമായി ഇറങ്ങിയിരിക്കുന്നത്. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളിലൂടെ സ്വന്തം കഴിവുകേട് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നടത്തുന്ന നാടകം ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക തന്നെ ചെയ്യുമെന്നും CPIM ഏരിയ സെക്രട്ടറി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കോളേജിന് NACന്റെ A++ അക്രഡിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ അതേ കോളേജ് ഓട്ടോണമസ് ആയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറാ. UGയിലും PGയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ അവിടെ ഉണ്ട്. നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ. An inspiring journey into the future.